എത്രയും പ്രിയപ്പെട്ട കേരള ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ പിണറായി വിജയൻ സർ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും ഞാൻ അനുസരിക്കത്തില്ല. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനോട് അനുബന്ധിച്ച് സുരക്ഷാ മുൻകരുതലിനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരുന്നു. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണെന്നും ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശങ്ങൾ അനുസരിച്ചതുകൊണ്ട് തനിക്ക് നാട്ടിൽ ചീത്തപ്പേരായി എന്ന് പറയുകയാണ് നടി ശ്രീവിദ്യ മുല്ലശ്ശേരി. മുഖ്യമന്ത്രി മൂലം നാട്ടിലുണ്ടായിരുന്ന എല്ലാ സൽപ്പേരും നഷ്ടപ്പെട്ടുവെന്നും ശ്രീവിദ്യ പറഞ്ഞു. പ്രിയപ്പെട്ട കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാർ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഞാൻ അനുസരിക്കില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ചൂട് കൂടി വരികയാണ്, എല്ലാവരും വെള്ളം കുടിക്കുക, 10 മണി മുതൽ 3 മണി വരെ വെയിലത്ത് ഇറങ്ങാതിരിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒരു കേരള സിവിലിയൻ എന്ന നിലയ്ക്ക് ഞാനത് അനുസരിക്കണം. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് അനുസരിച്ചു, ശ്രീവിദ്യ പറഞ്ഞു. ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു തെയ്യമുണ്ടായിരുന്നു. സൺഗ്ലാസ് ഉപയോഗിക്കണമെന്നും ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഞാൻ സൺഗ്ലാസ് വെച്ചിട്ടാണ് പോയത്. കാരണം മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ എന്നെ നാട്ടിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഓള് വലിയ മമ്മൂട്ടിയായെന്ന വിചാരമെന്ന്. കുഞ്ചമ്മൂവിൻ്റെ പെണ്ണ് എങ്ങനെയാ നടന്നിരുന്നതാ? ഇപ്പോൾ ഓൾക്ക് സൺഗ്ലാസ് വച്ചാലേ തെയ്യത്തിനെ കാണൂന്ന്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു തെയ്യം. അപ്പോൾ ഇത് വെച്ചിട്ട് തെയ്യത്തിനെ കാണാൻ പോവാന്ന് കരുതി. അതുമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ പറയണ്ടേ, സൺഗ്ലാസ് വെച്ചിട്ട് വരുന്ന പെൺപിള്ളേരൊന്നും കുറ്റം പറയരുതെന്ന്, നാട്ടുകാർക്ക് തക്കതായ ശിക്ഷ തരണമെന്നും. അതെന്താ നിങ്ങളിടാത്തത്? ഞാനിപ്പോൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച വിത്ത എൻ്റെ നാട്ടിൽ. ഞാനുണ്ടാക്കിയ എല്ലാ സൽപ്പേരും നിങ്ങൾ കളഞ്ഞല്ലോ, ശ്രീവിദ്യ ചോദിച്ചു. അതേസമയം തമാശ രൂപേണ ശ്രീവിദ്യ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് കടുത്ത വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ ഗൗരവകരമായ വിഷയങ്ങളെ തമാശയാക്കരുതെന്നാണ് കമൻറ്റിൽ ഒരു വിഭാഗം പറയുന്നത്.